ഈ ഒരു 2 ബക്കറ്റ് തുണി നിറച്ചിട്ട് കണ്ടില്ലേ, ഇത് വേറെ ഒന്നിനുമല്ല, കിണറിലെ വെള്ളം വറ്റിയത് കൊണ്ട് അമ്മയും പെങ്ങളത് പുഴയിലേക്ക് തിരുമ്പാൻ പോകാൻ വേണ്ടിയത് തുണി നിറച്ച് വെച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ പുഴയിലെ അലക്കും കുളിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പുഴയിലേക്ക് പോകാം. ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് പുഴയിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു തുണിയൊക്കെ സ്കൂട്ടിയിൽ കൊണ്ടുപോകല ഏറ്റവും നല്ലത്, അതൊരു ചാക്കിലാക്കിയാൽ സ്കൂട്ടിയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ അത് അമ്മ തുണി എല്ലായിടത്തും ഒരു ചാക്കിലാക്കുകയാണേ. അങ്ങനെ ചാക്കിൽ നിറച്ച തുണിയെല്ലാം നമ്മുടെ ഡിയോയിൽ കയറ്റിയിട്ട് പുഴയിലേക്ക് പോലെ പരിപാടിയിലാണ് നമ്മളെ സാരസ് വ്ളോഗറും അനിയത്തിയും കൂടി. അപ്പോൾ അതാ കണ്ടില്ലേ, സാരസ് വ്ളോഗർ നല്ല ആത്മാർത്ഥതയെ സഹായിക്കണ്ടേ. അങ്ങനെ എൻ്റെ അനിയത്തിയും സാരസ് വ്ളോഗറും വരുന്നുണ്ട്. ഞാനിവിടെ നേരത്തെ എത്തിയ കാര്യം അവർക്കറിയില്ല. അപ്പോൾ എന്തായാലും അവരൊന്ന് ഞെട്ടിക്കാം. ആഹാ, വിചാരിച്ചവരെ ഞെട്ടിയിട്ടൊന്നുമില്ല. രണ്ടാളും നല്ല ഉഷാറായിട്ടാണ് പോകണം കേട്ടോ. ഈ കാണുന്നതാണ് ഞങ്ങളുടെ സ്വന്തം കുതിരപ്പുഴ. ഇത് ചാലിയാർ പുഴയുടെ പോഷക നദി കൂടിയാണ്. അപ്പോൾ ഈ പുഴയ്ക്ക് കുതിരപ്പുഴ എന്ന് വരാൻ കാരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കൂടെ പറയാം. ഇത് അങ്ങ് അകലെ കരുവാരക്കുണ്ട് കാളികാവ് ഭാഗത്തൊക്കെ വേനൽ മഴ പെയ്യുമ്പോൾ ഈ പുഴയിലേക്ക് നല്ല വെള്ളം കുതിച്ച് വരും. അങ്ങനെ കുതിച്ച് വരുന്നത് കൊണ്ടാണ് ഈ പുഴയ്ക്ക് കുതിരപ്പുഴ എന്ന പേര് വന്നിട്ടുള്ളത്. ആ കാണുന്നത് നമ്മുടെ സാരസ് വ്ളോഗറിൻ്റെ പൊമേറിയനാണ്. അപ്പോൾ അതിൻ്റെ രോമൊക്കെ കൊഴിഞ്ഞ് ചെറിയൊരു അഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. എന്നായാലും നല്ല നീന്തൽക്കാരനാട്ടോ നമ്മളെ സാരസ് വ്ളോഗറിൻ്റെ ഡോഗ്. അതിനെന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ ഒരു ഡോഗിനെ കണ്ടപ്പോഴാണ് എനിക്ക് നമ്മുടെ ജൂലിയെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത ഞായറാഴ്ച അലക്കാൻ വരുമ്പോൾ എന്തായാലും ജൂലിയെ കൂടി കൊണ്ടുവരണം. എത്രയോ വർഷത്തിന് ശേഷമാണ് ഈ ഒരു 21ൻ്റെ ഈ ഒരു കട്ട സോപ്പ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കുറേ വർഷമായി ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട്.